ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയ് 4th ആൻഡ് 5th എർലി ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന ഒരു ഫിഗർ ഒരു പാരലോഗ്രാം ആണ്. അതിൽ ADയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. AD 63 സെന്റിമീറ്റർ. അതുപോലെ തന്നെ CDയുടെ ലെങ്ത് 27 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. BNന്റെ ലെങ്ത്തും 56 തന്നിട്ടുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BM ആണ്. സോ നമുക്കറിയാം ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ BN മൾട്ടിപ്ലൈഡ് വിത്ത് CD എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ അത് എന്ത് ഈക്വൽ തന്നെയായിരിക്കും? BM മൾട്ടിപ്ലൈഡ് വിത്ത് അതിന്റെ ബേസ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള AD. ഓക്കെ, സോ നമുക്കത് വാല്യൂസ് ഇട്ട് കൊടുക്കാം. 56 ഉണ്ട്. CDയുടെ ലെങ്ത് 27 ആണ്. BM നമുക്ക് കണ്ടുപിടിക്കേണ്ട ലെങ്ത് ആണ്. ADയുടെ ലെങ്ത് നമുക്ക് തന്നിരിക്കുന്നത് 63 ആണ്. So therefore BM എന്ന് പറയുന്നത് 56 multiplied with 27 divided by 63 ആണ്. So cancel ചെയ്യാനുള്ളത് 7, 9, 8, 3 വരും. That is equal to 24 centimeter ആയിരിക്കും. ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്നത് ഓൾജിബ്രയിലെ ഒരു പോർഷൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2a മൈനസ് 2b മൈനസ് 4c കണ്ടുപിടിക്കാനാണ്. സോ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുക. അതില് ഡിനോമിനേറ്ററിന്റെ ഭാഗം ശ്രദ്ധിക്കുക. 3 റൂട്ട് 2x പ്ലസ് 2 റൂട്ട് 6y. ഓക്കെ, ന്യൂമറേറ്ററിന്റെ ഭാഗം ശ്രദ്ധിക്കുക. എന്തായിരിക്കും? ഇതിന്റെ ക്യൂബ് അല്ലെ, അതായത് 3 റൂട്ട് 2x ദ ഹോൾ ക്യൂബ്, അതുപോലെ തന്നെ 2 റൂട്ട് 6y ദ ഹോൾ ക്യൂബ് ആയിരിക്കും മേളിൽ കൊടുത്തിരിക്കുന്നത്. സോ ദ ഓൾ ഡിവൈഡഡ് ബൈ 3 റൂട്ട് 2x പ്ലസ് 2 റൂട്ട് 6y എന്നായിരിക്കും. നമുക്കിവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അത് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ നമുക്ക് 3 റൂട്ട് 2x പ്ലസ് 2 റൂട്ട് 6y മൾട്ടിപ്ലൈഡ് വിത്ത് 3 റൂട്ട് 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 റൂട്ട് 6y സ്ക്വയർ പ്ലസ് എ ബി അല്ലേ 6 റൂട്ട് 12xy എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ എന്ത് ലഭിക്കും? 3 റൂട്ട് 2x പ്ലസ് 2 റൂട്ട് 6y എന്ന് ലഭിക്കും. സോ ആ രണ്ട് ടേം കോമൺ ആണ്, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തുണ്ട്? 3 റൂട്ട് 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആൻഡ് 2 18x സ്ക്വയർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 into 6 24y സ്ക്വയർ ആണ്. നെക്സ്റ്റ് 6 a സ്ക്വയർ മൈനസ് ആണ്. സോറി, ഇവിടെ പ്ലസ് അല്ല കേട്ടോ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി ആണ്. സോ ഇത് മൈനസ് ആണ്. സോ ഇവിടെ മൈനസ് വരും. മൈനസ് 6 റൂട്ട് 12xy എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എ എത്ര ലഭിക്കും? 18 കിട്ടും. ബി എന്ന് പറയുന്നത് 24 കിട്ടും. ഇനി സി എങ്ങനെയാണ്? സി എന്ന് പറയുന്നത് റൂട്ട് 3, സി എന്ന് പറയുന്നത് മൈനസ് 6 റൂട്ട് 12 ആണ്. ഓക്കെ, സോ സി എന്ന് പറയുന്നത് മൈനസ് 6, ഇതിനെ ഞാൻ റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3 എന്ന് എടുക്കാമല്ലോ. റൂട്ട് 12 ഡിവൈഡ് ബൈ റൂട്ട് 3 ആണ്. ഇസ് ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു റൂട്ട് 4, ദാറ്റ് ഈസ് റൂട്ട് 4 2 ആണ്. സോ മൈനസ് 12 കിട്ടും. സോ സി ഈസ് ഈക്വൽ ടു മൈനസ് 12 എന്ന് ലഭിക്കും. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2a മൈനസ് 2b മൈനസ് 4c ഈക്വൽ 2 കോമൺ എടുത്താൽ a മൈനസ് b എന്ന് പറയുന്നത് 18 മൈനസ് 24 മൈനസ് 6 മൈനസ് 4 48 വരും. ദാറ്റ് ഈസ് മൈനസ് 12 പ്ലസ് 48 എന്ന് പറഞ്ഞാൽ 36. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ട്രയാങ്കിൾ ABC. സോ ട്രയാങ്കിൾ ABCയിൽ ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അതിൽ ABC എന്ന് പറയുന്ന സൈഡ്സിനെ, ABCയുടെ സൈഡ്സിനെ ആ സർക്കിൾ മീറ്റ് ചെയ്യുന്നുണ്ട്. P അതുപോലെ R, Q എന്നീ പോയിന്റ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ AB മൈനസ് BC നമുക്ക് തന്നിരിക്കുന്നു 4, AB മൈനസ് AC തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. സോ AB മൈനസ് BC എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ AB മൈനസ് AC എന്ന് പറയുന്നത് 2 ആണ്. AB പ്ലസ് BC പ്ലസ് CA എന്ന് പറയുന്നത് പെരിമീറ്റർ 32 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസിന് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 1 പ്ലസ് 2. സോ നമുക്ക് എത്ര ലഭിക്കും? 2AB മൈനസ് BC മൈനസ് AC എന്ന് പറയുന്നത് 6 ആണ് കിട്ടും. സോ ഇത് ഇക്വേഷൻ 3 എന്ന് എടുക്കുക. ഇക്വേഷന് 4 എന്ന് എടുക്കുക.
ഇനി 3യും 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 4 gives 3ab, ബാക്കി രണ്ടും ക്യാൻസൽ ആയി, ഈക്വൽ ടു 38 കിട്ടും. സോ എ ബി എന്ന് പറയുന്നത് 38/3 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ബിയുടെ ലെങ്ത് അല്ല, എ സിയുടെ ലെങ്ത് ആണ്. സോ എ ബി മൈനസ് എ സി 2 ആണെന്നറിയാം. ദർഫോർ എ സി എന്ന് പറയുന്നത് 38/3 - 2 ആയിരിക്കും, അതായത് 32/3 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ബാർ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ടാർഗറ്റ് ആൻഡ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് AC മെഷീൻസ് ആണ്. നമ്പേഴ്സ് ഗിവൺ ചെയ്തിരിക്കുന്ന തൗസൻഡ്സിലാണ്, ഒരു ഫാക്ടറിയിൽ. റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് കമ്പൈൻഡ് ടാർഗറ്റ് പ്രൊഡക്ഷൻ ഓഫ് AC മെഷീൻസ് ഇൻ ജനുവരി ആൻഡ് ഏപ്രിൽ. ജനുവരിയിലെയും ഏപ്രിലിലെയും അതുപോലെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ റെപ്രസെന്റ്, സോ 90 + 60 150 ആയിരിക്കും. ഈസ് ടു ദി കമ്പൈൻഡ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് AC മെഷീൻസ് ഇൻ മാർച്ച് ആൻഡ് ഏപ്രിൽ. മാർച്ചും ഏപ്രിൽ 80 + 100 180, സോ ഇറ്റ്സ് ഈക്വൽ ടു 5:6 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The population of a country A decreased by P% and population of country B decreased by Q% from the year 2020 to 2021. P greater than Q ആണ്. X be the ratio of the population of country A and country B in given year. So country A is to B ആണ്, അത് X ആണ്, അതായത് X is to 1 എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചിരുന്നത് വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ എക്സ് ഫ്രം 2020 to 2021. അപ്പോൾ ഇത് എത്ര വരുന്നത്? ഇപ്പോൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ആണ് ആദ്യമേ, അപ്പോൾ 100 - P/100 വരും കുറേ. അപ്പോൾ ഇവിടെ ആണെങ്കിലോ 1 × 100 - Q/100 എന്ന് വരും. സോ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എക്സ് × 100 - P/100 - Q എന്ന് വരും. ഓക്കെ, അതായത് എക്സ് ആയിരുന്നത് 2021 എക്സ് ആയിരുന്നത് എന്ത് സംഭവിച്ചു? എക്സ് × 100 - P/100 - Q എന്നുള്ള രീതിയിലോട്ട് മാറി. സോ ഇവ തമ്മിലുള്ള എക്സ് × 100 - P/100 - Q ആയി. ഓക്കെ, സോ ഇവ തമ്മിലുള്ള പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ എക്സ് കോമൺ എടുക്കുക, 100 - Q - 100 + P/ എത്ര വരും? 100 - Q 100 - Q. പെർസെൻറ്റേജ് ഡിക്രീസ് ആവുമ്പം അതിൻ്റെ ആദ്യത്തെ ഫോമർ എക്സ് തന്നെയായിരിക്കും. സോ ഇസ് ഈക്വൽ ടു എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? പി പെർസെൻറ്റേജ് ആണല്ലോ, പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആണ്. സോ ഇസ് ഈക്വൽ ടു 100 × P - Q/ എന്ത് വരും? 100 - Q വരും. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. The angle of elevation to the top of the temple from a point 144 meter from the foot of the temple is 60 degree. Find the height എന്ന് ചോദിക്കുമ്പോൾ tan 60 √3/1 ആണ്. സോ ഇത് എത്ര വരും? 144 √3 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. An advertisement board in front of a shop shows buy M shirt get N shirt free. M ഷർട്ട് മേടിക്കുമ്പോൾ N ഷർട്ട് ഫ്രീ ആണ്. What is the discount offered by the shop? എം ഷർട്ട് മേടിക്കുമ്പോൾ N ഷർട്ട് ഫ്രീ ആണ്. സോ ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് എത്ര കിട്ടും? N ഷർട്ടിന്റെ ഡിസ്കൗണ്ട് ആണ്. എത്ര ഷർട്ട് മേടിക്കുമ്പോൾ? M + N ഷർട്ട് മേടിക്കുമ്പോൾ. സോ N/M + N മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1 + a² = 2/a തന്നിട്ടുണ്ട്. Then what will be the value of 3a + 4/a + 5? ഇവിടെ എക്ക് പുട്ട് a = 1. അതാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 1 + 1 2 ആണ്. 2 = 2 തന്നെയാണ്. ഇനി -1 കൊടുത്താലോ? ഇല്ല, -1 സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം ഇവിടെ 1 + 1 2 ആവും, പക്ഷേ ഇവിടെ -2. സോ a 1 2 കൊടുക്കുമ്പോൾ 3 + 4 + 5 ആയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രീസ് വാല്യൂസ് വെച്ചിട്ടുള്ളതാണ്. വാട്ട് ഇസ് ദ വാല്യൂ? sec² 60. 6 എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 64 വരും. 4 മൾട്ടിപ്ലൈഡ് വിത്ത് sin 30 1/2, അപ്പോൾ 1/4 വരും. √3 വരും. sin 60 √3/2, അപ്പോൾ 4/3 വരും. പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു 4 മൾട്ടിപ്ലൈഡ് വിത്ത് 3 പ്ലസ് 1/4. 4 3 12 12 എടുക്കുകയാണ്. അപ്പോൾ 3 - 16 + 6 വരും. is equal to 4 multiplied with 3 plus 3 minus 13 7 minus 7/12 വരും. is equal to 4 36 minus 7 36 minus 7 29/3 വരും. 9 and 2/3 വരും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ.
A number of letters can be written by P alone with the help of a pencil is 12 days. And Q is capable of destroying the written letters by erasing it എന്ന് പറയുന്നത് Q -15 ആണ്. കാരണം ഇത് നമ്മൾ പൈപ്പിന്റെ കേസ് ഒക്കെ പഠിക്കൂലേ, ഫില്ല് ചെയ്യുക അതുപോലെ എംറ്റി ചെയ്യുക, അതേ കൺസെപ്റ്റ് ആണ് ഇത്. നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. സോ നമ്മൾ ടോട്ടൽ 16 എടുത്തു. സോ എഫിഷ്യൻസി ഓഫ് പി എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ എഫിഷ്യൻസി ഓഫ് ക്യൂ എന്ന് പറയുന്നത് -4 ആയിരിക്കും. ഇനി പിയും ക്യൂവും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്യുന്നു സ്റ്റാർട്ടിങ് ഫ്രം പി. അതായത് 2 ഡേയ്സിൽ ഫുൾ 1 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 5 - 4 ആണ് എടുക്കേണ്ടത്, കാരണം ഒന്ന് എന്താണ് ഇറൈസിങ് ആണ്, 5 + 4 അല്ല. സോ ഇത് ശ്രദ്ധിക്കുക. സോ പി സ്റ്റാർട്ട് ചെയ്യുന്നു എങ്കിൽ എത്രാമത്തെ ഡേയിലാണ് ലെറ്റേഴ്സ് റിട്ടേൺ ചെയ്യുന്നത്? സോ നമുക്കറിയാം മൊത്തം 60 ആണ് വേണ്ടത് അല്ലേ. സോ ഞാനിവിടെ ഒരു 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 110 ഡേയ്സ് കൊണ്ട് 55 കംപ്ലീറ്റ് ചെയ്യും. 55 കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് 111th ഡേ ആണ്. ഈ 111th ഡേയിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? പി ആണ് വർക്ക് ചെയ്യുന്നത്. 5 ആണ്. സോ എന്താണ് 16 കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ 112th പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 111th ഡേയിൽ തന്നെ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നു? ഒരു ഫുൾ വർക്ക് റിട്ടേൺ ആവുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ പിന്നെ എം ടി എന്നുള്ള സെക്കൻഡ് ഡേയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് എ സർട്ടൺ സം ഓഫ് മണി ബിക്കംസ് 4 times itself in 18 letters, അതായത് പി എന്ന് പറയുന്നത് 4p ആവുകയാണ് 18. സോ ഇൻട്രസ്റ്റ് 3 ആയിരിക്കും, ഇസ് ഈക്വൽ ടു അല്ലെ 3p എന്ന് കൊടുക്കുക. p ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 18 ആണ്, r/100 എന്ന് കൊടുക്കുക. സോ p ക്യാൻസൽ ആയി, 3ഉം 6ഉം ക്യാൻസൽ ആയി. Therefore r is equal to 100/6% ആയിരിക്കും. അതായത് തന്നെ 50/3% is equal to 16 and 2/3%. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ XYZ is 330 cm. നമുക്കറിയാം ഓ സെന്റർ ആണ്. സോ ട്രയാങ്കിൾ XYZ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. സോ ഹാഫ് XY മൾട്ടിപ്ലൈഡ് വിത്ത് YZ എന്ന് പറയുന്നതായിരിക്കും 330 cm. നമുക്ക് XYയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. സോ 30 മൾട്ടിപ്ലൈഡ് വിത്ത് YZ എന്ന് പറയുന്നത് 330 ആയിരിക്കും. സോ YZ എന്ന് പറയുന്നത് 11 cm ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്, ഒരു സിംപ്ലിഫൈഡ് പ്രോബ്ലം ആണ്. 2x - 3y ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 2x + 3y ദ ഹോൾ സ്ക്വയർ -6xy എന്ന് എടുക്കാൻ പറ്റും അല്ലെ. ഇത് a + b ദ ഹോൾ സ്ക്വയർ മൈനസ് ab, അതായത് a + b ദ ഹോൾ സ്ക്വയർ -ab എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു എന്താണ്? a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. സോ നെക്സ്റ്റ് ഭാഗം നോക്കിയോ, 2x - y. സോ 2x - 3y, അതായത് a - b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? a ക്യൂബ് മൈനസ് b ക്യൂബ് ആയിരിക്കും. a ക്യൂബ് മൈനസ് b ക്യൂബ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ബ്രാക്കറ്റിലുള്ളത് നമുക്ക് 4x² 9y² നമുക്ക് അറിയുമ്പോൾ എന്താണ്? 2xന്റെ സ്ക്വയർ ആണ്, 3yയുടെ സ്ക്വയർ ആണ്. അപ്പോൾ 2x + 3y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും 12xy വരും. പക്ഷെ നമുക്ക് 6xy. സോ -6 × xy വരും. -6xy എവിടെ കിട്ടിയതാ? 2x × 3y, അതായത് a b മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ നമുക്കത് a² + ab + b സ്ക്വയർ. സോ a - b മൾട്ടിപ്ലൈഡ് വിത്ത് a² + ab + b സ്ക്വയർ എന്ന് പറയുന്നതാണ് a ക്യൂബ് മൈനസ് b ക്യൂബ് ആണല്ലോ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2x ഇതിന്റെ ഹോൾ ക്യൂബ് 8x³ മൈനസ് b ആണെങ്കിൽ 27y³ മൈനസ് 7x³ പ്ലസ് 26y³ എന്ന് വരും. സോ എന്തായിരിക്കും വരുന്നത്? x³ മൈനസ് y³ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ XYZ കൺസിഡർ ചെയ്യാം. XY അല്ല, WXY. അതില് YX എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ ഇത് നമുക്ക് W എന്ന് എടുക്കാം. ഇത് S ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ WX എന്ന് പറയുന്നത് 10 cm ആണ്. അതുപോലെ XZ എന്ന് പറയുന്നത് 12 cm. WZ എന്ന് പറയുന്നത് 20 cm ആണ്. ഇത് രണ്ടും സിമിലർ ആണ്. അതായത് ട്രയാങ്കിൾ YWZ സിമിലർ ടു ട്രയാങ്കിൾ YXW. മനസ്സിലായല്ലോ. സോ നമുക്ക് WYനെ നമുക്ക് ഇതിനെ X എന്ന് കൊടുക്കാം, ഇതിനെ ഞാനൊരു Y എന്ന് കൊടുക്കാം, XY എന്ന് കൊടുക്കാം. സോ YW by YX എന്ന് പറയുന്നത് WZ by XW ആയിരിക്കും. അതുപോലെ തന്നെ YZ by YW എന്നായിരിക്കും. സിമിലാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തു. YW എന്ന് പറയുന്നത് ഇവിടെ X ആണ്, YX എന്ന് പറയുന്നത് X/Y ആണ്. YW എത്രയാണ്? YW 20/10, അതായത് 2:1 എന്നുള്ള റേഷ്യോ കിട്ടി. അതായത് ഇവിടെ x = 2y എന്ന് ലഭിച്ചു.
ഇതാണ് ഫസ്റ്റ് രണ്ടെണ്ണം എടുത്ത്. ഇനി അടുത്ത രണ്ടെണ്ണം നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ 20:10 വരും. ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയോ y പ്ലസ് 12 എന്നാണ്. അതുപോലെ തന്നെ yw x ആണ്. is equal to y plus 12 is equal to 2x എന്ന് കിട്ടും. y എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് 2y എടുത്തു കഴിഞ്ഞാൽ y plus 12 is equal to 4y ആണ്. സോ y is equal to എത്ര കിട്ടും? y is equal to 3 വരും, 4 വരും, 4 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് yx ആണ്. yx എന്ന് പറയുന്നത് y ആണ്. y is equal to 4 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos സ്ക്വയർ മൈനസ് എ. സോ നമുക്ക് ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ളതിനെ ആദ്യം ഒന്ന് മാറ്റി എഴുതാം. കോസ് സ്ക്വയർ എ കോമൺ എടുത്താൽ മേൽ 1 മൈനസ് 2 കോസ് സ്ക്വയർ എ വരും. താഴെ നമ്മളൊരു സൈൻ സ്ക്വയർ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് വരും. സോ ഇതെന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എ ആണ്. 1 മൈനസ് 2 കോസ് സ്ക്വയർ എ ആൻഡ് 2 സൈൻ സ്ക്വയർ എ മൈനസ് 1. രണ്ട് ശ്രദ്ധിക്കണം. കോസ് ടു എയുടെ ഇക്വേഷൻസ് മനസ്സിലാക്കുക. 2-3 ഇക്വേഷൻ 2 കോസ് സ്ക്വയർ എ മൈനസ് 1 ഉണ്ട്, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ ഉണ്ട്. സോ ഇവിടെ മൈനസ് കോസ് ടു എ തന്നെ മേളിലും വരും. ഇപ്പം മേളിലും എന്ത് തന്നെയാണ് മൈനസ് കോസ് ടു എ, താഴെയും എന്ത് വരും മൈനസ് കോസ് ടു എ. രണ്ട് ക്യാൻസൽ ആയി. സോ അത് 1 ആയിരിക്കും. സോ കോട്ട് സ്ക്വയർ എ കിട്ടും. അതായത് കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ വരും. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ എ സീക് സ്ക്വയർ എ ആണ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്താണ്? കൊസീക് സ്ക്വയർ എ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ലാപ്ടോപ്സ് ഡെസ്ക്ടോപ്പ് സോൾഡ് ഇൻ എ ഷോപ്പ് ഓൺ 4 ഡിഫറെന്റ് ഡേയ്സ് ആണ് തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ലാപ്ടോപ്പ് സോൾഡ് ആൻഡ് നമ്പർ ഓഫ് ഡെസ്ക്ടോപ്പ് സോൾഡ് മിനിമം ആണ്. സോ മൺഡേ എടുക്കുക. മൺഡേയിൽ 16 വരും. ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ 8 വരും. വെനസ്ഡേ ആണെങ്കിൽ 12 വരും. തേഴ്സ്ഡേ ആണെങ്കിൽ 4 വരും. സോ ഏറ്റവും മിനിമം തേഴ്സ്ഡേ ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിന്റെ വോളിയം 2310 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അത് ഏത് ഷേപ്പ് ആണെന്ന് ചോദിച്ചാൽ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ മുകളിൽ ഒരു കോൺ ഉണ്ട്. സോ ഈ ഷേപ്പിലാണ് കണ്ടെയ്നർ ഇരിക്കുന്നത്. കോണാണ്. അതിന്റെ വോളിയം തന്നിട്ടുണ്ട്. റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത് 7 സെന്റിമീറ്റർ. അതുപോലെ ഹൈറ്റ് ഓഫ് സിലിണ്ടർ ആണെങ്കിൽ 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ കോണിനെ ഞാനൊരു h എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. h. ഓക്കെ. സോ ടോട്ടൽ വോളിയം നമുക്ക് 2310 തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 1/3 പൈ r സ്ക്വയർ h പ്ലസ് പൈ ആർ സ്ക്വയർ h എന്ന് പറയുന്നതായിരിക്കും 2310. രണ്ടിന്റെ വോളിയം കൂട്ടുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ ഒരു 1/3 കിടക്കട്ടെ. പൈ കോമൺ അല്ല. അപ്പോൾ 22/7 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/3 റേഡിയസ് 49 ആണ്. 49 മൾട്ടിപ്ലൈഡ് വിത്ത് h കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ആർ സ്ക്വയർ 49 ആണ്. 49 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 12 ആണ്. ഈസ് ഈക്വൽ ടു 2310 കിട്ടും. ഇവിടെ നമ്മൾ 7 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 22 ഇൻറ്റു 1/3 ഇത് 7/3 h വരും. പ്ലസ് 84 ഈസ് ഈക്വൽ ടു 2310 വരും. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 11/2 ആണ്. 11/2 2210 വരും. സോ 7/3 h ഈസ് ഈക്വൽ ടു 693,136. കറക്റ്റ് ആണോ? 136. സോ h ഈസ് ഈക്വൽ ടു 136 മൾട്ടിപ്ലൈഡ് 3/7 വരും. സോ 7 1s 7. സോറി, ഇവിടെയാണ് തെറ്റിയത്. എന്താണെന്നറിയോ? 136 അല്ല. 73h is equal to 210 divided by minus 84 എന്ന് പറയുമ്പോൾ 6 126 ആണ്. സോ h is equal to 3 multiplied with 126 by 7 വരും. 1s 7 8 വരും. സോറി 7 5 വരും. അപ്പോൾ 8 വരും. 8 3s are വീണ്ടും മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ. 2നെ നമ്മൾ എടുത്തില്ല. ഓക്കെ 1 സെക്കൻഡ്. ഒരു മിനിറ്റ്. ഈ 2 ഉണ്ടല്ലോ. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14h/3 പ്ലസ് 2 വരുമ്പോൾ 168 ഈസ് ഈക്വൽ ടു 210 എന്ന് വരും. സോ 14h/3 എന്ന് പറയുമ്പോൾ 274 വരും. സോ h ഈസ് ഈക്വൽ ടു 3 × 3 9 സെന്റിമീറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നമ്മളൊരു 2 ഉണ്ടായിരുന്നു. ഈ 22 2 ബാക്കി ഉണ്ടായിരുന്നു. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. അതാണ് ആൻസർ കിട്ടാതിരുന്നത്. സോ ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് u സ്ക്വയർ പ്ലസ് 7u മൈനസ് 2 ഈക്വൽ ടു 0 then what's the value of u സ്ക്വയർ പ്ലസ് 14/u ആണ്. സോ ഇതിൽ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ -1 ഇട്ട് കൊടുത്താൽ 1 -1 കിട്ടത്തില്ല. 2 സ്ക്വയർ 4
4 കിട്ടത്തില്ല. സോ നമ്മൾ വേറെ രീതിയിൽ ശ്രദ്ധിക്കണം. യു സ്ക്വയർ എന്ന് പറയുന്നത് 2 - 7u എന്ന് എടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? യു കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യു സ്ക്വയർ പ്ലസ് 14/u ആണ്. സോ യു സ്ക്വയറിന് പകരം 2 - 7u പ്ലസ് 14/u എന്ന് എടുക്കാം. അതായത് 2u മൈനസ് 14 അല്ല, 2u മൈനസ് 7u സ്ക്വയർ പ്ലസ് 14/u എന്ന് എടുക്കാം. ഓക്കെ, വീണ്ടും നമ്മളൊരു 7 കോമൺ എടുത്തു കഴിഞ്ഞാൽ -7 കോമൺ എടുക്കാം. -7 കോമൺ എടുത്താൽ യു സ്ക്വയർ -2 പ്ലസ് 2u/u എടുക്കാം. യു സ്ക്വയർ -2 എന്ന് പറയുന്നത് നമുക്ക് യു സ്ക്വയർ -2 എന്ന് പറയുന്നത് -7u ആണല്ലോ. ഇക്വേഷനിൽ തന്നെ എടുക്കാം. ഇക്വേഷനിൽ തന്നെ നമുക്ക് എടുക്കാം. സോ ഇസ് ഈക്വൽ ടു -7u പ്ലസ് 2u/u ആണ്. ഇസ് ഈക്വൽ ടു 49 പ്ലസ് 2 51. യു ക്യാൻസൽ ആവും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ഇതിന്റെ. A and B started a business with investment X and 4,500. Ratio of profit share of A to B after 2 years investment. അതായത് X എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് 4,500. നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം ആണ്. സോ ഇസ് ഈക്വൽ ടു 7/9 ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര വരും? 500 into 7, ദാറ്റ് ഈസ് 3,500 ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. A complete 25/2% of work in 2 days. അതായത് 25/2% കംപ്ലീറ്റ് ചെയ്യാൻ A എടുക്കുന്നത് 2 days ആണ്. സോ 100% എടുക്കുന്നത് is equal to 4/25 into 100 ആയിരിക്കും. അതായത് 16 ആണ്. ഓക്കെ, അതായത് A എടുക്കുന്നത് ഫുള്ള് 16 days ആണ്. അതുപോലെ തന്നെ B ആണെങ്കിലോ 50/3% 3 days ആണെന്നുണ്ടെങ്കിൽ അതായത് 100 എന്ന് പറയുമ്പോൾ 9/50 into 2 18 വരും. 18 days വരും. സോ ഇവരുടെ ഒരു LCM എന്ന് പറയുന്നത് 16 18 എടുത്തു കഴിഞ്ഞാൽ 2 8 9. അപ്പോൾ 16 into 9 തന്നെ കൊടുക്കാം. 16 into 9 കൊടുക്കുക. അപ്പം എയുടെ എഫിഷ്യൻസി 9 വരും. 18 9 into 2. അപ്പോൾ ഇത് എഫിഷ്യൻസി ഓഫ് ബി 18 വരും. ദേ വർക്ക് ടുഗദർ. സോ 9 + 8 17 9 + 8 17 മൾട്ടിപ്ലൈഡ് വിത്ത് 6. സോ 9 + 8 17 എത്ര ദിവസം വർക്ക് ചെയ്തു? 6 days വർക്ക് ചെയ്തു. അതായത് 102 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 16 into 9 എന്ന് പറയുമ്പോൾ 144 മൈനസ് 102 എന്ന് പറയുമ്പോൾ 42 വർക്ക് ഇനി റിമൈനിങ് ആണ്. സോ ആ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആരാണ് പോയത്? ബി ലെഫ്റ്റ് ചെയ്തു. സോ 42 വർക്ക് എ കംപ്ലീറ്റ് ചെയ്യും 9. സോ ഇത് എത്ര വരും? 14/3 days. 14/3 days. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എ എലോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. എ ഫുൾ എന്നല്ല, എ എലോൺ. അത് ശ്രദ്ധിക്കണം. എ എലോൺ വിൽ കംപ്ലീറ്റ് റിമൈനിങ് വർക്ക് ആണ് 14/3. ഇനി ടോട്ടൽ എ എടുത്തതാണെങ്കിൽ എന്താണ്? ആദ്യത്തെ എന്താണ് 6 days കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. In an 800-meter race, A beats B by 40 meters. So A is to B യുടെ റേഷ്യോ എന്ന് പറയുന്നത് 800 is to 760 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കുറച്ചുകൂടെ സ്മോൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 420 വരും, 419 വരും. അതായത് 20 is to 19 വരും. സോ അതുപോലെ തന്നെ B is to C റേഷ്യോ. B ബീറ്റ് ചെയ്യുന്നത് Cനെ 800, സെയിം റേസ് തന്നെയാണ്. സോ 780. സോ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 240 വരും. 40 is to 39 വരും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ എത്ര ഡിസ്റ്റൻസ്, എ ബീറ്റ് സി, ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം 19 ആണ് 14 ആണ്, സെയിം ആക്കണം. സോ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് മേളിൽ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 800 760 വരും. 760 വരും. സോ താഴെ 19 into 39 വരും. 39 27 35 4 4 7 741 വരും. സോ 800 41 തമ്മിൽ എത്രയാണ്? 59 മീറ്റർ ആയിരിക്കും ആൻസർ. 51 മീറ്റർ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ ഓഫ് മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എക്സിൽ മിൽക്ക് ആൻഡ് വാട്ടറിന്റെ റേഷ്യോ 4:9. അതുപോലെ തന്നെ എക്സിൽ, അതുപോലെ തന്നെ വൈയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ 3:5 ആണ്. Find which ratio should the mixture of the two containers be mixed so that the ratio of milk and water, അതിൽ ബാക്കി റിസൾട്ടിൽ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഇത് നമുക്ക് അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യാം. സോ മിൽക്കിന്റെ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 4/9 ആയിരിക്കും ആദ്യത്തേൽ, രണ്ടാമത്തേൽ 3/8 ആയിരിക്കും. സോ റിസൾട്ടന്റിൽ എത്രയാണ്? മിൽക്ക് ടു വാട്ടർ 1/2 ആണ്. അപ്പോൾ 1/3. സോ നമ്മൾ അലിഗേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1/24 വരും.
സോ അതുപോലെ തന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 412 9 3/, സോ അതിൽ ഈസി 1 സെക്കൻഡ്, ഇവിടെ നമ്മൾ 3/9 വരും, അപ്പോൾ 1/9 വരും. സോ റേഷ്യോ എന്ന് പറയുന്നത് 1/24 1/9 ആണ്. സോ 9 × 9:24 വെച്ചാൽ 9:24 വരും. മിസ്റ്റേക്ക് ഉണ്ടല്ലോ, സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക്. ഇത് 4/9 അല്ലേ, 4/13 അല്ലേ, സോ 4/13 ആണ്. സോ ഇവിടെ എത്ര വരും, 12, അപ്പോൾ 1/39 വരും. സോ റേഷ്യോ എന്ന് പറയുന്നത് 1/24 1/39 ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ 39:24 ആണ്. ഈസ് ഈക്വൽ ടു 13:8 ആയിരിക്കും. 13/8 ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. A shopkeeper marked an item at a certain price and sold it at a discount of 10%. ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 15% പ്രോഫിറ്റ് കിട്ടി. കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ മാർക്ക്ഡ് പ്രൈസിൽ ഡിസ്കൗണ്ട് 10% കൊടുത്താൽ ബാക്കി 19/100 ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് 3600. 15% പ്രോഫിറ്റ് ആണ്. സോ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 40 മൾട്ടിപ്ലൈഡ് വിത്ത് 115 വരും. സോ 0, 2, 6, 4,600 rupees ആയിരിക്കും മാർക്ക്ഡ് പ്രൈസ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ 32 ഡിഗ്രി. അപ്പോൾ ടാൻ സ്ക്വയർ 32നെ കോഡ് സ്ക്വയർ 32 ഡിഗ്രി മൈനസ് കോസ് സ്ക്വയർ 58 ഡിഗ്രി എന്ന് എടുക്കുകയാണ്. സീക്ക് സ്ക്വയറിനെ 1/cos സ്ക്വയർ 58 ഡിഗ്രി എന്ന് എടുക്കുന്നു. അതുപോലെ കോഡ് സ്ക്വയർ 32നെ കോസ് സ്ക്വയർ 32/sin സ്ക്വയർ 32 എന്ന് എടുക്കുന്നു. നെക്സ്റ്റ് കോസ് സ്ക്വയർ 32 നമുക്കറിയാം കോസ് ബൈ സൈൻ ആണ്. അതിൽ കോസ് സ്ക്വയർ 32 ഡിഗ്രി ഞാൻ കോമൺ എടുത്താൽ 1/sin സ്ക്വയർ 32 ഡിഗ്രി മൈനസ് 1 മൈനസ് 1. ഇത് കോസ് സ്ക്വയർ 32 അല്ല, കോഡ് സ്ക്വയർ 52 ആണ്. ടാൻ സ്ക്വയർ 32 എന്ന് പറയുന്നത് കോഡ് സ്ക്വയർ 58 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. എങ്ങനെയാണത്, ടാൻ എക്സും കോഡ് വൈ ഈക്വൽ ആണ്, എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി ആയിരിക്കണം. സോ അത് തന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു. -1 ആണ്. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 1/cos സ്ക്വയർ 58 മൾട്ടിപ്ലൈഡ് വിത്ത് കോസ് സ്ക്വയർ 32/sin സ്ക്വയർ 32. ഇനി നോക്കുക, ഈ കോസ് സ്ക്വയർ 58 കോസ് സ്ക്വയർ 58 ക്യാൻസൽ ആയി പോയി. അതിനുശേഷം 1 - sin സ്ക്വയർ 58 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ 58/sin സ്ക്വയർ 58 ഡിഗ്രി മൾട്ടിപ്ലൈഡ് വിത്ത് കോസ് സ്ക്വയർ 32/sin സ്ക്വയർ 32 എന്ന് കിട്ടും. ഇനി ഓപ്ഷൻ ശ്രദ്ധിച്ചോ, കോസ് സ്ക്വയർ 58 എന്ന് പറയുന്നത് തന്നെയാണ് സൈൻ സ്ക്വയർ 32 അല്ലെ. രണ്ടിന്റെ സം എന്താ, 90 ഡിഗ്രി. ഇത് രണ്ടും സെയിം ആണ്. അതുപോലെ കോസ് സ്ക്വയർ 32 എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 58 ഡിഗ്രി ഈക്വൽ ആണ്. ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Average based ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. There are some children in a camp and their average weight is 40 kg. 5 children with average weight 36 kg join the camp. അല്ലെങ്കിൽ അതായത് 5 കുട്ടികൾ 36 ആവറേജ് വെയിറ്റ് ഉള്ള 36 kg ആവറേജ് വെയിറ്റ് ഉള്ള 5 കുട്ടികൾ ജോയിൻ ചെയ്താലോ 5 കുട്ടികൾ ആവറേജ് വെയിറ്റ് 43.2 kg ലീവ് ചെയ്താലോ ആ കുട്ടികളുടെ ടോട്ടൽ 2 കേസിലുമുള്ള കുട്ടികളുടെ ആവറേജ് വെയിറ്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എങ്കിൽ ഇനിഷ്യലി എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നമുക്ക് ആവറേജിലെ തന്നെ വളരെ ഡീവിയേഷൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആവറേജ് വെയിറ്റ് 40 kg ആണ്. 5 ചിൽഡ്രൻ ആവറേജ് വെയിറ്റ് 36 kg ജോയിൻ ചെയ്യാണ്. മനസ്സിലാക്കുക, അതായത് 40യേക്കാളും കുറവാണ് 36 kg. അപ്പൊ കുറവ് kg ചിൽഡ്രൻ ജോയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. കൂടുതൽ kg, അതായത് 40യേക്കാളും കൂടുതൽ ആവറേജ് വെയിറ്റ് ഉള്ള കിലോഗ്രാം ആവറേജ് വെയിറ്റ് ജോയിൻ ചെയ്യുകയാണ് ഒരു ഗ്രൂപ്പിലോട്ടെങ്കിൽ ആവറേജ് വെയിറ്റ് ഇൻക്രീസ് സംഭവിക്കും. ബട്ട് ഇവിടെ എന്താ, നെഗറ്റീവ് ആണ്. അപ്പൊ എത്ര കുറയും, 14 36 4 മൾട്ടിപ്ലൈഡ് വിത്ത് 5 5 കുട്ടികൾ. സോ അത് എത്രയാണ്, n+5 കുട്ടികൾ 5 പേര് ജോയിൻ ചെയ്യാണ് ഈസ് ഈക്വൽ ടു 5 ചിൽഡ്രൻ ആവറേജ് വെയിറ്റ് 43.2 എന്ന് പറഞ്ഞാൽ ആവറേജ് വെയിറ്റ് 43, അതായത് 40നേക്കാളും കൂടുതൽ kg പോവുകയാണ്. അപ്പോഴെന്ത് സംഭവിക്കുന്നത്, നെഗറ്റീവ് ആയിട്ടാണ് റിസൾട്ട് വരുന്നത്. സോ നെഗറ്റീവ് എത്ര വരും, 3.2 മൾട്ടിപ്ലൈഡ് വിത്ത് 5. ഇതെപ്പോഴാണ്, n-6. സോ ഇത് -20 വരും, -20/n+5 വരും. ഇത് 16 അല്ലേ, -16 n-16 വരും. സോ മൈനസ് മൈനസ് ക്യാൻസൽ ആയി. സോ ഇത് 4 ഇത് 5 വരും. സോ 5n 1 minute, okay, 5n minus 80 is equal to 4n plus 20. സോറി, ഇതിവിടെ 16 എങ്ങനെയാ വന്നത്, 6 അല്ലല്ലോ, 5 തന്നെയല്ലേ സ്റ്റുഡൻസിന്റെ എണ്ണം.
ഓക്കെ, സ്റ്റുഡൻസിന് രണ്ടും എന്താണ് 5 തന്നെ. അപ്പോൾ n-5 വരും, ഇവിടെ n-. സോ ഇവിടെ എത്ര വരും? 5n - 25 എന്ന് പറയുന്നത് 4n പ്ലസ് 5 4s are 20 ആയിരിക്കും. അതായത് n ഈസ് ഈക്വൽ ടു എത്ര വരും? 45 വരും. അതായിരിക്കും ഇനിഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഡീവിയേഷൻ എടുക്കുക, അതായത് കൂടുതൽ ആവറേജ് വെയിറ്റിനേക്കാളും കൂടുതൽ പവർ കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വരും, നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പം കൂടുതൽ വെയിറ്റ് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ നെഗറ്റീവ് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്യുന്ന ഗ്രൂപ്പിന്. സോ അങ്ങനെ നമ്മൾ സൈൻ എടുത്തിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാം. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 45 ആണ്. സോ ഇത്രയുമായിരുന്നു ഈ ഒരു ഒലി പോളിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.